അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തേതാണ്? ഒരൊറ്റ പേജുള്ള ആയത്തേതാണ്? ആ ആയത്തേതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഉലമാക്കൾ എല്ലാവരും ഏകകണ്ഠമായിട്ട് പറയുന്നത് അത് ഖുർആനിനെ പറ്റി പറഞ്ഞതല്ല, ഖുർആൻ നിബിധങ്ങളെ പറ്റി പറഞ്ഞതല്ല, അത് കടം വാങ്ങുന്നതും തിരിച്ചു കൊടുക്കുന്നതും കടം വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് വിശദീകരിക്കുന്ന ആ വിഷയങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആയത്താണ്. അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടില്ലേ, 1000 രൂപ ഒരാൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് പുലിപ്പാറയിൽ നിന്ന് ഞാൻ 1000 രൂപ കടം വാങ്ങിയാൽ അദ്ദേഹം എന്തു വേണം? 2 പേരുടെ സാന്നിധ്യത്തില് ഒരു പേപ്പറിൽ എഴുതണം, ഇന്ന ദിവസം ഇന്നയാള് ഇന്ന കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങി ഇത്ര ദിവസം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അബ്ദുൽ ഹക്കീം ഉസ്താദിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. മുഹീദ്ദീൻ ശൈഖിനാണ് വിശ്വാസമുണ്ട്, പക്ഷെ ഖുർആനിന്റെ നിയമമാണ്, പാലിക്കാതിരിക്കാൻ പറ്റൂല. ഇന്ന് ഏതെങ്കിലും ഒരാൾ അങ്ങനെ പൈസ 1000 രൂപ ചോദിക്കുമ്പോൾ എഴുതി വെച്ചാൽ നമ്മൾ അയാൾക്ക് നാട്ടിൽ കൊടുക്കുന്ന പേര് ബഖീലി എന്നല്ലേ? അവൻ ലുബ്ബനാണ്, ഇപ്പറയും അർക്കീസാണോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. ഖുർആൻ മുറുകെ പിടിക്കുന്ന ഒരാളെ ബഖീൽ എന്ന് വിളിച്ച് അർക്കീസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? അത് സമുദായത്തിന്റെ വിവരക്കുറവല്ലേ? അല്ലാതെ ഈ എഴുതി വെപ്പില്ലാതെ ഇതൊന്നും എഴുതി വെക്കാതെ ആരാർക്ക് കടം കൊടുത്തിട്ടുണ്ടോ അള്ളാഹ് പശുവും പാലിന്റെ പണിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കരഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ.